നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ്. അത് ഫിസിക്സിൻ്റെ കുറച്ച് എന്താണ് സയൻസ്, എന്താണ് ഫിസിക്സ് എന്നൊക്കെയാണ്. നിങ്ങൾക്ക് ചിലപ്പം ഈ ഹിസ്റ്ററി പഠിക്കുന്ന പോലെയൊക്കെ ആയിരിക്കും തോന്നുന്നത്. പക്ഷേ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഫിസിക്സ് പഠിക്കാൻ വേണ്ടി അതിൻ്റെ ബേസ് ആയിട്ടുള്ള സംഭവം എന്താണ് ഫിസിക്സ് എനിക്ക് അറിഞ്ഞാലല്ലേ നമുക്ക് ബാക്കി പഠിക്കാൻ പറ്റുകയുള്ളൂ. സോ അതാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ചെറിയ ചാപ്റ്ററാണ്. ആകെ 4 പേജസ് മാത്രമേ ടെക്സ്റ്റ് ബുക്കിലുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ബേസിക് ഫോഴ്സസ് ഇൻ നേച്ചർ ഉണ്ട്. അത് പഠിക്കണം. ആ ബേസിക് ഫോഴ്സസ് ഇൻ നേച്ചറിൽ എപ്പോഴും ഒരു മാർക്കെങ്കിലും മിനിമം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. സോ അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഡെഫിനേഷൻ ഓഫ് സയൻസ് ഫസ്റ്റ് പഠിക്കാം. സയൻസ് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസ്ഡ് നോളജ് എബൌട്ട് വേരിയസ് നാച്ചുറൽ ഫിനോമിന. അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള പല പ്രകൃതി പ്രതിഭാസങ്ങളുമുണ്ട്. അവയെക്കുറിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട്, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത നോളജ്, അതാണ് സയൻസ് എന്ന് പറയുന്നത്. ദെൻ ദ വേർഡ് സയൻസ് ഒറിജിനേറ്റ്സ് ഫ്രം ദ ലാറ്റിൻ വെർബ് സയൻഷ്യ. The meaning is to know. സയൻസ് എന്നുള്ള വേർഡ് ഒറിജിനേറ്റ് ചെയ്തത് ലാറ്റിൻ വേർഡിൽ നിന്നാണ്. സയൻഷ്യ എന്നാണ് വേർഡ്. മീനിങ് ടു നോ, അതായത് അറിയുക. സംസ്കൃതത്തിലും നമ്മൾ വിജ്ഞാൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനും ഇതേ മീനിങ് തന്നെയാണ്, ടു നോ, അറിയുക. അപ്പം സയൻസിൻ്റെ മീനിങ് നമ്മുടെ പ്രകൃതിയിലുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുക, അറിവ് സമ്പാദിക്കുക. അത് സിസ്റ്റമാറ്റിക് ആയിരിക്കണം, ഓർഗനൈസ്ഡ് ആയിരിക്കണം. അതിനെയാണ് നമ്മൾ സയൻസ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സയൻറ്റിസ്റ്റ് എന്താണ് ചെയ്യുന്നത് എന്ന്. അവർ ചുറ്റുപാടുമുള്ള പ്രതിഭാസങ്ങളെ ഒബ്സർവ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് ഡിഫറെൻറ്റ് ലോസ് ഡിറൈവ് ചെയ്യും. അല്ല എങ്കിൽ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കും. അവർ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. ആ സ്റ്റെപ്സാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റെപ്സ് ഇൻ സയൻറ്റിഫിക് മെത്തേഡ്. ഫസ്റ്റ് വൺ, സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻസ്. സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നാച്ചുറൽ ഫിനോമിന, നാച്ചുറൽ പ്രതിഭാസത്തെ ഒബ്സർവ് ചെയ്യും. ഒരു എക്സാമ്പിളാണ് ഐസക് ന്യൂട്ടൺ. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ കണ്ടുപിടിച്ചു. അദ്ദേഹം ഒരു ആപ്പിൾ ട്രീയുടെ അടിയിലിരിക്കുമ്പോൾ ഒരു ആപ്പിൾ താഴെ വീണു. അദ്ദേഹം അത് ഒബ്സർവ് ചെയ്തു. എന്തുകൊണ്ട് ആ ആപ്പിൾ താഴോട്ട് വന്നു, മുകളിലേക്ക് പോയില്ല? അതാണ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒബ്സർവ് ചെയ്തതിൽ നിന്നാണ് അദ്ദേഹം യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഡിറൈവ് ചെയ്തത്. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ്സ്. അതായത് ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ ലാബിൽ വെച്ചിട്ട്, അതായത് ലബോറട്ടറിയിൽ വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്തു നോക്കും. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ശേഖരിച്ച് പിന്നെ ആണ് അത് സ്റ്റഡി ചെയ്യുന്നത്. അതായത് നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐസക് ന്യൂട്ടൺ ലബോറട്ടറി വന്നു. അദ്ദേഹം ആപ്പിള് താഴെയിട്ട് നോക്കി, അല്ലെങ്കിൽ വസ്തുക്കൾ താഴെയിട്ട് നോക്കി. അത് അദ്ദേഹം സ്റ്റഡി ചെയ്തു. അദ്ദേഹം ലബോറട്ടറിയിൽ ഇരുന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്തു. അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് നമ്മുടെ എഡിസൺ ആണ്. എഡിസൺ ലാബിൽ ഇരുന്ന് ബൾബ്
കണ്ടുപിടിക്കാൻ അതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെ വേണം എന്ന് ഓരോ സമയത്തും വച്ചു നോക്കി അദ്ദേഹം എക്സ്പെരിമെൻറ്റ് ചെയ്ത് കുറേ കാലത്തെ പരിശ്രമത്തിന് ശേഷമാണ് ആ ബൾബ് കണ്ടുപിടിച്ചത്. തേർഡ് സ്റ്റെപ്പ് ഈസ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്. ക്വാളിറ്റേറ്റീവ്, അതിൻ്റെ അർത്ഥം എന്താ? ക്വാളിറ്റി, അതായത് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവർ ആ കണ്ടുപിടിച്ചത് എല്ലാ മെറ്റീരിയലും കറക്റ്റാണോ എന്ന് അപ്ലൈ ചെയ്യും. അതായത് ഐസക് ന്യൂട്ടൺ പല മെറ്റീരിയൽസും ഉപയോഗിച്ച് കാണും. ആപ്പിൾ അദ്ദേഹം ഗാർഡനിൽ നിന്ന് കണ്ടു, പിന്നെ സ്റ്റോൺ ഇട്ട് കാണും, അങ്ങനെ പല പല മെറ്റീരിയൽസ് യൂസ് ചെയ്തു. അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ മെറ്റീരിയൽ താഴേക്കിടുമ്പോഴും അത് താഴോട്ട് തന്നെയാണ് വീഴുന്നത്, മുകളിലേക്ക് പോകുന്നില്ല. ഇനി ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, ക്വാണ്ടിറ്റി, അളവ് ആണ്. അതായത് ഒരേ മെറ്റീരിയൽ തന്നെ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റിയിൽ, പല അളവിൽ ഉപയോഗിച്ചാൽ എന്ത് ആയിരിക്കും വ്യത്യാസം? അപ്പോൾ ഐസക് ന്യൂട്ടൺ എന്ത് ചെയ്തിട്ടുണ്ടാവും? ആപ്പിള് പല സൈസിലുള്ളത് ഉപയോഗിച്ച് കാണും. അങ്ങനെ അദ്ദേഹം ആ ലോ ഡിറൈവ് ചെയ്യാൻ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോയി. എഡിസണും ഇതുപോലെ തന്നെ ഇലക്ട്രിക് ബൾബിൻ്റെ ഫിലമെൻറ്റ് ഉണ്ടാക്കുവാൻ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചു. അദ്ദേഹം കാർബൺ, പ്ലാറ്റിനം എന്നിങ്ങനെ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തു. പിന്നീട് അദ്ദേഹം കാർബണൈസ്ഡ് ഫിലമെൻ്റാണ് ഉപയോഗിച്ചത്. ഇങ്ങനെ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് മടുപ്പില്ലേ? ഇത്രയും മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടും ഇത് വർക്ക് ആകുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, ഈ മെറ്റീരിയൽസ് ഒന്നും ഇലക്ട്രിക് ബൾബിൻ്റെ ഫിലമെൻറ്റിന് ഉണ്ടാക്കാൻ ഉപയോഗിക്കത്തില്ല എന്ന്. ഫോർത്ത് സ്റ്റെപ്പ് ഈസ് മാത്തമാറ്റിക്കൽ മോഡലിംഗ്. ഇനി എന്തു ചെയ്യും? സയൻറ്റിസ്റ്റ് ഈ 3 സ്റ്റെപ്പിലും കിട്ടിയ വിവരങ്ങളെല്ലാം വെച്ച് ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ഉണ്ടാക്കും. അതായത് ഐസക് ന്യൂട്ടൺ എന്ത് ചെയ്തത്? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ കണ്ടുപിടിക്കാൻ എക്സ്പെരിമെൻറ്റ് ചെയ്തു. അത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് നടത്തി. ദെൻ അദ്ദേഹം ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല ഡിറൈവ് ചെയ്തുണ്ടാക്കി. ആ ഇക്വേഷനാണ് F=G(m1m2/r²) എന്നുള്ള ഇക്വേഷൻ. അവിടെ G എന്ന് പറയുന്ന ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണെന്നറിയാം, F എന്ന് പറയുന്ന ഫോഴ്സാണ്, m1 and m2 ആർ ദ 2 masses, ദാറ്റ് ഈസ് masses ഓഫ് 2 bodies ആണ്. R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 bodies ആണ്. ദെൻ ഇത്രയും മെറ്റീരിയൽസ് അദ്ദേഹം ആ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്തു. അതാണ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രഡിക്ഷൻ. സയൻറ്റിസ്റ്റ് predict how the law work in all part of universe in different situations. അതായത് ന്യൂട്ടൺ F=G(m1m2/r²) എന്നുള്ള ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തു. അതായത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 bodies ആണ്. അത് എല്ലാ സ്ഥലത്തും, യൂണിവേഴ്സിലെ എല്ലാ സ്ഥലത്തും എല്ലാ കണ്ടീഷനിലും വർക്ക് ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതാണ് F=G(m1m2/r²). അതായത് ആ 2 ബോഡീസ് ഏത് ബോഡീസും ആകാം, ഏത് തരത്തിലുള്ള ബോഡീസും ആകാം. ദെൻ R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസ് ഉള്ളതുമാകാം. ദെൻ ആ ഇക്വേഷൻ വെച്ച് അദ്ദേഹം പറഞ്ഞു, യൂണിവേഴ്സിലുള്ള എല്ലാ ബോഡീസും
എല്ലാ രണ്ട് ബോഡീസും തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദിയർ മാസസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ബോഡീസ് ആണ് എന്ന് അവിടെ പറഞ്ഞു. സിക്സ്ത് സ്റ്റെപ്പ് ഈസ് വേരിഫിക്കേഷൻ ഓർ ഫാൾസിഫിക്കേഷൻ. അതായത് കിട്ടിയ ഇക്വേഷൻ F = G(m1m2/r²) എന്നുള്ള യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഇക്വേഷൻ അത് വേരിഫൈ ചെയ്ത് നോക്കും. കറക്റ്റ് ആണോ, എല്ലാ ഇക്വേഷൻസ് എല്ലാ ബോഡീസിലും അപ്ലൈ ചെയ്താൽ കറക്റ്റായി കിട്ടുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്തു. വെരിഫൈ ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ ഓക്കെ, ദാറ്റ് ഈസ് ദ ഫൈനൽ റിസൾട്ട്. സപ്പോസ് ഇനി എന്തെങ്കിലും അതിൽ തെറ്റുണ്ട് എങ്കിൽ സയൻറ്റിസ്റ്റ് എന്ത് ചെയ്യും? 1 to 6 സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യും. അവർ വീണ്ടും ഒബ്സർവ് ചെയ്യും, എക്സ്പെരിമെൻറ്റ് ചെയ്യും, റീസണിങ് നടത്തും, മാത്തമാറ്റിക്കൽ മോഡലിംഗ് നടത്തും, ദെൻ പ്രെഡിക്റ്റ് ചെയ്യും, ദെൻ വെരിഫൈ ചെയ്യും. എന്നിട്ടും കറക്റ്റ് ആയാലും എന്ത് ചെയ്യും? അവർ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും. അതാണ് വേരിഫിക്കേഷൻ ഓർ ഫാൾസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ അറ്റ് ലാസ്റ്റ് ഒരു ലോ അല്ല എങ്കിൽ ഒരു പുതിയ കണ്ടുപിടുത്തം അവിടെ ഉണ്ടാകുന്നു. സയൻസിൻ്റെ ഡെഫിനിഷൻ നമ്മൾ കണ്ടു. ഇനി സയൻസിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ ഈസ് നാച്ചുറൽ സയൻസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫിസിക്കൽ സയൻസ്. നാച്ചുറൽ സയൻസ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ബോട്ടണി ആൻഡ് സുവോളജി, ദാറ്റ് ഈസ് യുവർ ബയോളജി. ദെൻ physical science is divided into physics and chemistry. Our subject is physics. Definition of physics is, it is the study of natural world which deals with the concept of space, time, energy, etc. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുമുള്ള ടൈപ്സ് ഓഫ് എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി and a variation with the time. Then Chandrayaan, rockets, missiles ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഓരോ ടെമ്പറേച്ചർ അനുസരിച്ച് ഓരോ മെറ്റീരിയൽസ് എങ്ങനെ റിയാക്ട് ചെയ്യും, ഇതെല്ലാം സ്റ്റഡി ചെയ്യുന്നത് ഫിസിക്സ് ആണ്. ഇനി ഫിസിക്സ്, the word is originated from Greek word ആണ് ഫ്യൂസിസ്. the meaning nature എന്നാണ്. ഡെഫിനേഷൻ ഓഫ് ഫിസിക്സ് നമ്മൾ പഠിച്ചു. ഇനി സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ് ഓഫ് ഫിസിക്സ് ആണ്. അതായത് എവരി ഇവൻറ്റ് വിച്ച് ഒക്കേഴ്സ് അറൗണ്ട് us in our daily life is governed by one or other principle of physics. നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഫിസിക്സിലെ ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിളൊക്കെ വെച്ചിട്ടായിരിക്കും. ഇനി റേഞ്ച് ഓഫ് ഫിസിക്സ് എന്ന സ്കോപ്പ് എന്ന് പറയുന്ന റേഞ്ച്, നമുക്ക് ലെങ്ത് എടുത്താൽ ലെങ്ത് ഈസ് ഫ്രം 10⁻⁻15 മീറ്റർ ടു 10⁻25 മീറ്റർ ആണ്. ദാറ്റ് ഈസ് 10⁻⁻15 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ആണ്. 10⁻25 മീറ്റർ എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് ദ യൂണിവേഴ്സ് ആണ്. അത്രയും വാസ്റ്റ് ആയിട്ടുള്ള റേഞ്ച് ഉണ്ട് ഫിസിക്സിൻ്റേത്. ദെൻ മാസിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ നമ്മൾ 10⁻30 കിലോഗ്രാം ടു 10⁻35 കിലോഗ്രാം വരെ ഡീൽ ചെയ്യുന്നുണ്ട്. 10⁻30 കിലോഗ്രാം എന്ന് പറയുന്ന മാസ് ഓഫ് ദി ഇലക്ട്രോൺ ആണ്. 10⁻35 കിലോഗ്രാം എന്ന് പറയുന്ന മാസ് ഓഫ് ദി യൂണിവേഴ്സ് ആണ്. ദെൻ അത്രയും റേഞ്ചിലുള്ള എല്ലാ വസ്തുക്കളുമായിട്ട് ഫിസിക്സ് ഡീൽ ചെയ്യുന്നുണ്ട്. ദെൻ എക്സൈറ്റ്മെൻറ്റ് ഓഫ് ഫിസിക്സ്. എന്താണ് എക്സൈറ്റ്മെൻറ്റ്? സയൻറ്റിസ്റ്റ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർക്കുണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റ്. നമ്മളാണെങ്കിലും പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റ്. ദെൻ ഫിസിക്സിലും നമുക്ക് എല്ലാ സയൻറ്റിസ്റ്റിനും അല്ലെങ്കിൽ ആര് ചെയ്താലും പുതിയ ലോസ് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും.
സ്കോപ്പ് ഓഫ് ഫിസിക്സിനെ നമ്മൾ 2 മേജർ ഡൊമെയിൻ ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് മാക്രോസ്കോപ്പിക് ഡൊമെയിൻ എന്നും രണ്ടാമത്തേത് മൈക്രോസ്കോപ്പിക് ഡൊമെയിൻ എന്നും. മാക്രോസ്കോപ്പിക് ഡൊമെയിന് ഡീൽ ചെയ്യുന്നത് ലാബിലുള്ള ഫിനോമിന, റിയലിസ്റ്റിക് ആയിട്ടുള്ളത്, ടെറസ്ട്രിയൽ ആയിട്ടുള്ളത്, ദെൻ അസ്ട്രോണമിക്കൽ ആയിട്ടുള്ളത്. എന്നാൽ മൈക്രോസ്കോപ്പിക് ഡൊമെയിൻ ഡീൽ ചെയ്യുന്നത് മോളിക്കുലാർ, ആറ്റോമിക് ആൻഡ് ന്യൂക്ലിയർ ഫിനോമിനകളെയാണ്. ഇനി മാക്രോസ്കോപ്പിക് ഫിനോമിന നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സിൽ വരുന്നു. അതായത് മെക്കാനിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, ഒപ്റ്റിക്സ് ആൻഡ് തെർമോഡൈനാമിക്സ്, ഇതെല്ലാം ക്ലാസിക്കൽ ഫിസിക്സിൽ വരുന്നതാണ്.